എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു 2 വീലർ യാത്രയാണ്. നമ്മൾ തൊട്ട് മുമ്പ് ഗൂഗിൾ മാപ്പിൽ കാണിച്ച പോലെ നമ്മൾ വല്ലാർപാടം വൈപ്പിൻ ദ്വീപുകളിലൂടെയാണ് പോകുന്നത്. വലിയ വലിയ പാലങ്ങൾ കടന്ന് നമുക്കുള്ളൊരു യാത്രയാണ്. അതാ ഫ്രണ്ടിലായിട്ടൊരു പാലം തുടങ്ങുകയാണ്. നമ്മൾ നേരെ ഹൈക്കോട്ട് ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഹൈക്കോട്ട് ഭാഗത്ത് നേരെ വരുമ്പം ഒരു വലിയൊരു ബൈപ്പാസ് കാണാൻ പറ്റും. ആ ബൈപ്പാസിലൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ NIA ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെയുണ്ട്. ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ടേണിംഗ് ഉണ്ട് ലെഫ്റ്റിലേക്ക്. നേരെ വന്നിറങ്ങി അടുത്ത ബോൾഗാട്ടി പാലസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയാണ്. ആ ബോൾഗാട്ടി പാലസിൻ്റെ റൂട്ടിലേക്ക് പോകാതെ നേരെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് വല്ലാർപാടം ദ്വീപാണ് ആദ്യം കാണാൻ പറ്റുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പുതുവൈപ്പിൻ എന്ന് പറയുന്ന വൈപ്പിൻ ദ്വീപ്. മനോഹരമായ കാഴ്ചയാണ്. ഞാൻ കാര്യമായിട്ട് കട്ട് ചെയ്യാതെ തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ടെങ്കിലും കാറ്റുള്ളൊരു മേഖലയാണ്. വല്ലാർപാടത്തിൻ്റെയൊക്കെ തുടക്കമാണത് കാണുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ അടുത്തടുത്ത് കാണാം. കാരണം വല്ലാർപാടത്തിൻ്റെ ടെർമിനലും ഒക്കെ വരുന്നുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. അത് നൂറുകണക്കിന് ലോറികളും ഒക്കെ ഉണ്ട്. ഓരോ ഗേറ്റ് നമ്പറുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഇഷ്ടംപോലെ ക്രെയിനുകളും അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇത് രണ്ടാമത്തെ പാലമാണിത്. നമുക്ക് കായൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പുതുവൈപ്പിൻ. ഇങ്ങനെ പാലങ്ങളുടെ ഒരു നാടെന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. ഒരു പാലം കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു കര, ആ കര കഴിഞ്ഞാൽ അടുത്ത പാലം, അങ്ങനെയാണ്. ഒന്ന് വലിയ നീളത്തിലുള്ള പാലമാണ്. ഇവിടെ നൂറുകണക്കിന് ലോറികൾ കാണാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ വീഡിയോ പകർത്തിയിട്ടുണ്ട് മാക്സിമം കാഴ്ചകൾ കാണിക്കാനായിട്ട്. വൈപ്പിൻ ദ്വീപിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ചുവടെ ചേർത്തേക്കാം. ലോറികൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം വലിയ ലോറികളാണ്. ശേഷം ഇതിനടുത്ത് തന്നെ നമ്മളിവിടെ ഒരു പമ്പിൽ പോയി പെട്രോൾ അടിച്ചിരുന്നു. ഇവിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെയും HP ഒക്കെ നേരിട്ടുള്ള ഇന്ത്യൻ ഓയിലിൻ്റെയൊക്കെ നേരിട്ടുള്ള പമ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി പെട്രോൾ അടിക്കാം. ഇത് നേരിട്ട് കമ്പനി നടത്തുന്ന പമ്പുകളാണ്. അവിടെ അത്യാവശ്യം കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിന്ന തീരാത്ത അത്രയും അകലത്തിൽ നമുക്കിങ്ങനെ വണ്ടികൾ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതിലൊരു മനോഹര കാഴ്ചയാണ്. ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. വലിയ ചൂടുണ്ടെങ്കിലും നമുക്കത് അങ്ങനെ ഈ കാറ്റടിക്കുന്ന സ്ഥലമായത് അതിൻ്റെ അനുഭവപ്പെടില്ല. ഈ കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതേ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം വീഡിയോ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കായലും നമുക്ക് കാണാൻ പറ്റും. ട്രെയിൻ സംവിധാനം വരെയുണ്ട്. അതായത് താഴേക്കോട്ട് പോകുന്നതാണ് ട്രെയിനിൻ്റെ പാളം. ഞങ്ങളിതെല്ലാം കണ്ട് ആസ്വദിച്ചാണ് തിരിച്ചു മടങ്ങിയത്. അല്പനേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. വണ്ടി വയ്ക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പാലത്തിൻ്റെ അപ്പുറം കൊണ്ടാണ് വണ്ടി വെച്ചത്. അത് ഇനി നടന്നു അല്പം പാലത്തിൻ്റെ അവിടെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോളേ സന്തോഷമായിട്ടിരിക്കുക. ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ഇടയ്ക്ക് പോവുക. കുടുംബമായിട്ട് മാക്സിമം സമയം ചിലവഴിക്കുക. എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.